ഈ ഫ്രാൻസിസിനെ പറ്റിയും ഫ്രാൻസിസ്കൻ സഭയെ പറ്റിയും നിങ്ങൾ ഇതിൽ വന്നു പെട്ടു എന്നുള്ള വാക്ക് ഒഴിവാക്കുക അല്ലെ, വന്നതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? എന്റെ ജീവിതത്തില് എന്നെ ബേസിക്കലി അടിമുടി മാറ്റി മറിച്ചത് ഫ്രാൻസിന്റെ ജീവിതം വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രാൻസിസ് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യൻ എനിക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്, അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. റീജൻസി കാലഘട്ടം ഞങ്ങൾ രണ്ടുപേരും ഒരേ ബാച്ചാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമാണ് ചെയ്തത്. അപ്പോൾ ഒരു കൊല്ലം മൊത്തം ഒരു എക്സ്പോഷർ പീരീഡാണ്, ഒരു കൊല്ലം പാക്ഡ് ആയിട്ടുള്ളൊരു ഇയറാണ്. അപ്പം അത് നിറയെ ഒത്തിരി പ്രോഗ്രാംസാണ് നിറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ കൂലിപ്പണിക്ക് പോകുന്നു. പിന്നെ നമ്മൾ പോയി ഫിഷർ ഫ്ലോക്ക് കമ്മ്യൂണിറ്റിയുടെ കൂടെ കടൽ തീരത്ത് താമസിക്കുന്നു. പിന്നെ സ്ട്രീറ്റുകളിൽ പോയി കിടന്ന് അവിടെയുള്ള പിച്ചക്കാരുടെ കൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതശൈലി മനസ്സിലാക്കുന്നു. നമ്മൾ അവരുടെ ആ റിയൽ ലൈഫ് ഈവൻസിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വളരെ ഒത്തിരിയേറെ മേഖലയിൽ നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇയറാണ് റീജൻസി. ഈ കാപ്പിപ്പൊടി ബാൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മളിങ്ങനെ കരുതിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു സാധനമൊന്നുമല്ല, തന്നെ അങ്ങ് വന്നു പോയതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പേര് ഈ മീഡിയയിലാണ്, അതായത് ഒരുപാട് പേര് ഫോൺ ഉപയോഗിക്കുന്നു, കാണുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു ക്രിസ്തുവിനെ കൊടുത്തുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് മീഡിയ തുടങ്ങി. നിങ്ങളുടെ കാഴ്ചപ്പാടുകളും, അതായത് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബിലോങ് ചെയ്യുന്ന ഒരു 90s കിഡ്സിൻ്റെ ഒരു പ്രതിനിധികളൊക്കെ ആയിട്ടാണ്, അതായത് 90കളിലൊക്കെ ആളുകളാണ്. നമ്മളിപ്പോൾ 2025 പെട്ടെന്ന് ജെൻസിയും ജെന്നാൽഫയും ജെൻബീറ്റും ഒക്കെയാണ് ഇപ്പോഴത്തെ അരങ്ങുമായിരുന്നത്. അപ്പോൾ ഈ ജെൻസി കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ FWB, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ്, അല്ലെ ബെസ്റ്റി കാലഘട്ടത്തിലൊക്കെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു 10-12 വർഷം മുമ്പൊക്കെ, ഒരു 10 വർഷം മുമ്പൊക്കെ സെമിനാരിയിലേക്ക് ഇത്തരം അല്ലേ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ആരംഭത്തിൽ അത്യാവശ്യം വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ചേഞ്ചുകളെ, ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ബെസ്റ്റി കാലഘട്ടത്തേക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇവാലുവേഷൻ എന്നതിനേക്കാളും എന്ത് തോന്നുന്നു? ഈ കാലഘട്ടം കടന്നനുസരിച്ച് ഈ ടേംസിനെല്ലാം വ്യത്യാസം വന്നു. അതാണ് മെയിൻ സാധനം. ടേംസിന് വ്യത്യാസം വന്നു പറയുമ്പോൾ, ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ എന്താണ് ഈ ഡേറ്റിംഗ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ശരിക്കും ഡേറ്റിംഗ് എന്താ? റിലേഷൻഷിപ്പിന് മുമ്പ് ഒരുമിച്ച് നടക്കുന്നു, പരിചയപ്പെടുന്നു ഒക്കെ വേണമെങ്കിൽ പറയുന്നു. പക്ഷെ ശരിക്കും കാർബൺ ഡേറ്റിംഗ് എന്നൊരു സംഭവമാണ് ഡേറ്റിംഗ്. ഒരു വസ്തുവിന്റെ പഴക്കത്തെ നിർണ്ണയിക്കുന്ന ഒരു സംഭവമാണ് ഡേറ്റിംഗ്. അങ്ങനെ കാലം മാറിയ അനുസരിച്ച് വാക്കുകൾ നിലനിന്നു, പക്ഷെ അതിന്റെ മീനിങ് എല്ലാം മാറിപ്പോയി. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ബ്രോ ഫേസ്ബുക്ക് ഉപയോഗിച്ചാണ്. ഫേസ്ബുക്കിൽ ബ്രോ ലൈക്ക് ചെയ്യുമ്പോൾ എന്ത് സിമ്പിളാണ് ക്ലിക്ക് ചെയ്യുന്നത്? തംസ് അപ്പ്. എന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ അതെന്തായി? സോ കോൾഡ് സിമ്പിൾ ഓഫ് ലവ് ആണ്. പക്ഷെ ഐ ലൈക്ക് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ സമൺ ലൈക്ക് യുവർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വരുള്ളൂ. മീൻസ് ഹാർത്താണ്, പക്ഷെ അതേസമയം അതിന്റെ മീനിങ് ലൈക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ മാറി. അപ്പൊ പണ്ടൊക്കെ ഇപ്പൊ ഐ ലവ് യു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളായിരിക്കും. ഇന്നിപ്പോ ഐ ലവ് യു പറയുമ്പോൾ എനിക്കിതിന് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. മീൻസ് സിംപിളി ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന ഹാർട്ട് അറിയുന്നു, കത്തി നിൽക്കുന്ന ഹാർട്ട് സിമ്പിളി. അപ്പോ ടേംസിന് ടെക്നോളജീസ്ക്ക് മാറ്റം വന്നു. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഞാനൊക്കെ ബെഞ്ച് പ്ലെയർ ഒന്നും കേട്ടിട്ടു. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്, എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. ബെഞ്ച് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഈ 15 പേര് കളിക്കുമ്പോൾ 2 പേര് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അറിഞ്ഞത് ബെഞ്ചിങ് അതല്ല. മീൻസ് ഇപ്പൊ ഒരു ആളും പെണ്ണും ഒരു കൊച്ചും ഒരു പയ്യനും തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അവിടെ ഒരു ബെഞ്ച് പ്ലെയർ കാണും, അധികം പോയ അടുത്ത ആള് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നൊരു സംഭവത്തിൽ ബാക്കപ്പ് പ്ലെയർ ആയിട്ട് അവരെ ഒരു പ്ലെയർ അപ്പുറം ഇരിപ്പുണ്ട്. അതാണ് ഇന്ന് ഈ കാലത്തെ റിലേഷൻഷിപ്പിന്റെ ഒരു, അതായത് ഒന്ന് പോയ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറെയൊക്കെ തോന്നുന്നത് ഈ യൂസ് ആൻഡ് ത്രോ കൾച്ചറാണ്. അത് മീൻസ് നമ്മള് സൃഷ്ടിച്ചെടുത്ത ഈ ഒരു സംഭവം കൺസ്യൂമേഴ്സ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്തായിരിക്കും? ഈ യൂസ് ആൻഡ് ത്രോയുടെ ഒരു പ്രശ്നം എന്നായിരിക്കും? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാൾ പോകുന്നു, ഓക്കെ, 2 ദിവസം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, 3-ാമത്തെ ദിവസം അടുത്തയാൾ വരുന്നു, ഓക്കെ, അയാൾ പോകുന്നു, അടുത്തയാൾ വരുന്നു. അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഒരു അതായത് ശരിയല്ല, നമുക്ക് ഓക്കെ ശരിയല്ല എന്ന് പറയുന്നവരോട് എന്തുകൊണ്ട് ഇത് ശരിയല്ല എന്ന് നമുക്ക് ഇപ്പം നിങ്ങളെല്ലാം ഒബ്വിയസ്ലി നാളുകളിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെയും
എന്ന രീതിയിൽ ഒരുപാട് പേരെ കാണാനുള്ളപ്പോൾ എന്റെയും ചോദ്യം ഇതാണ്, ഇന്നത്തെ സമൂഹ ചോദ്യം ഇതാണ്, ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബ്ലം, വാട്ട് ഈസ് ദ മാറ്റർ എന്നൊക്കെ ചോദിക്കില്ലേ, എന്താണ് പ്രശ്നം, അല്ലെ എന്താണ് ഇവിടുത്തെ കാര്യം, എന്താ പറയാ. ഇത് എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും ക്ലാരിറ്റി പോവാണ്. സൗഹൃദം, പ്രണയം, സ്നേഹം മൂന്ന് വാക്കുകളാണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നത്. അതുവഴിയായിട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഫാമിലീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇത് കടത്തി വിട്ടാണ്. പിന്നെ എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഏതൊരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ദൈവം കൊടുത്തു കളിക്കുന്ന കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ ഒന്നും മീറ്റ് ചെയ്യാതെ പോവാണ്. ഇപ്പൊ സൗഹൃദം തന്നെ എടുക്കുകയാണെങ്കിൽ എന്താണ് സൗഹൃദം? സൗഹൃദം എന്ന് പറയുകയാണെങ്കിൽ പരസ്പരം ബഹുമാനിക്കാനായിട്ട് പറ്റണം, കുറേം കൂടി ഒരുമിച്ച് സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കാൻ പറ്റണം. അതൊക്കെയാണ് സൗഹൃദം എന്നുള്ള ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് കയറി വരുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവാണ്. കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് അറിയുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. എല്ലാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാ ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറാണ്. പെടുന്നതിനെ സന്തോഷം കിട്ടണം, പെടുന്നതിനെ സാധനങ്ങളിൽ നിന്ന് സക്സസ് കിട്ടണം, പെടുന്നതിനെ എല്ലാത്തിനും പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടണം. അപ്പൊ എല്ലാത്തിനും പിന്നിലൊരു ലക്ഷ്യം ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോവാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് എന്തൊക്കെ പറയണം നമ്മളിങ്ങനെ പറയില്ലേ, അതായത് ചിലത് എല്ലാരോടും പറയാം, ചിലത് ചിലരോട് പറയാം, ചിലത് ആരോടും പറയരുതെന്ന് പറയും. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ടീച്ചർമാർ പറഞ്ഞുതരും, ഏതൊരാളോടും 5 അടി 5 ഇഞ്ച് അകലം പാലിക്കണം പറയും. ചുമ്മാ പറഞ്ഞ 5 അടി എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റൻസ് എല്ലാ മനുഷ്യനും നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ എല്ലാവരോടും പറയുന്ന ഒരു എന്താ വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഐ എം കമ്മിറ്റഡ്, ഐ മീൻ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു കൈപിടിച്ച് ഇങ്ങനെയെങ്കിലും നിൽക്കുന്ന ഒരു ഫോട്ടോ എങ്കിലും പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ സ്റ്റോറി എങ്കിലും ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കുറവിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അത്രയും ഓപ്പൺ ആണ്, എല്ലാം വളരെ ഓപ്പൺ ആണ്. എല്ലാം ഓപ്പൺ ആകുമ്പോഴേക്കും ഇതിങ്ങനെ ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, അതിന്റെ ഒരു സാധ്യതയും കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നൊരു സാധനം കൂടെ ഉണ്ട്. ഇപ്പം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള വേൾഡ്ലി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുന്നുമുണ്ട്, ഇതെല്ലാം അറിയുന്നുമുണ്ട്. ഇത് ഭയങ്കര ഒരു ടെംപ്ടേഷൻ അല്ലേ? അല്ല, എല്ലാ കാലത്തും ഇപ്പൊ നമ്മൾ ഈ രീതിയിൽ ടെംപ്ടേഷൻ ഉണ്ട്. എല്ലാ കാലത്തും ടെംപ്ടേഷൻസ് ആർ ഓൾവേസ് ദർ. പക്ഷെ ഈ ടെംപ്ടേഷനേക്കാളും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ക്രിസ്തുവാണ്. ഈ ടെംപ്ടേഷൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഈ ടെംപ്ടേഷൻ നടുവിലും ക്രിസ്തുവിനേക്ക് സ്നേഹിക്കണം, അവനുവേണ്ടി ജീവിക്കണം. ഇതിന്റെ പ്രശ്നം അല്ലെങ്കിൽ രസകരമായിട്ടറിയോ, നമ്മുടെ മറ്റേ ഷോർട്ട് ഫിലിം പറഞ്ഞ പോലെ നിങ്ങളൊക്കെ അത്യാവശ്യം സെലിബ്രിറ്റി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നീ എന്തിനാടാ ചക്കടി അച്ചമ്പട്ടത്തിന് പോയെന്ന് പറയുന്നവരൊക്കെ ഉറപ്പായിട്ടും വരും. അപ്പൊ അവരോട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ വൈറൽ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഈ ബിബിനച്ചനൊക്കെ ആണല്ലോ, ഈ കൊച്ചി ഡയസിസിലെ ഒരു പാട്ട് പാടുന്ന അച്ഛനുണ്ടല്ലോ, ഇന്ത്യൻ വോയിസിലൊക്കെ പാടിയൊക്കെ. പുള്ളിയൊക്കെ പക്ഷെ ആ ഫെയിം കത്തി നിന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് അച്ഛനാൻ പോയ ആളാ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറി വന്നെങ്കിലും ആ ഒരു സംഭവം ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിനെല്ലാം അപ്പുറത്തൊരു സ്നേഹ ഈശ്വരായിട്ട് ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പോകുന്നത്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരു ഈ പ്രേമം, പ്രണയം ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലോ. നിങ്ങളൊരു വൈദിക വിദ്യാർത്ഥി, നാളെ ഒരു വൈദികൻ എന്ന രീതിയിൽ എപ്പോ പ്രണയിക്കാം എന്നത് ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കല്ല, സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. എപ്പോ പ്രണയിക്കാം? പ്രണയിക്കുന്നത് തെറ്റാണോ? ഒന്നാമത്തെ ചോദ്യം, പ്രണയം തെറ്റാണോ? 2, ആരെ പ്രണയിക്കാം? 3, എപ്പോ പ്രണയിക്കാം? ഈ ചോദ്യം തന്നെ ശരിക്കും ഒരു ഡിഫിക്കൽട്ട് കേസാണ്. പ്രണയത്തിനൊരു ഡെഫിനിഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നറിയില്ല. കാരണം എന്താണ് പ്രണയം എന്ന് ആദ്യം നമ്മൾ കണ്ടെത്തുക. എന്താണ് പ്രണയം? ഇപ്പൊ പലർക്കും പലതിനോടായിരിക്കും പ്രണയം. പുസ്തകങ്ങളെ പ്രണയിക്കുന്നവരുണ്ടാവും, അതൊരു തരം പ്രണയമാണ്. സിനിമകളെ പ്രണയിക്കുന്നവരുണ്ടാവും, പാട്ടുകളെ പ്രണയിക്കുന്നവരുണ്ട്, ദൈവത്തെ പ്രണയിക്കുന്നവരുണ്ടാവും. അപ്പൊ പ്രണയം എന്നുള്ള ഡെഫിനിഷന് കുറെ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളത്തിലേക്ക് പല സ്നേഹം, പ്രേമം, കാമം, ആഗ്രഹങ്ങൾ, ഇഷ്ടം, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പല ഘടകങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ബോബി അച്ഛൻ ഒരു ദിവസം ഞങ്ങൾക്ക് ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അച്ഛനോട് വെച്ച് അച്ഛൻ്റെ പുസ്തകം വായിച്ചെന്ന് പറ്റിയൊരു സംശയമാണ്. ഈ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്. അച്ഛൻ ഇങ്ങനെ ചിരിച്ചു ഒരു നിമിഷം ആലോചിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഈ പ്രണയം എന്ന് പറയുന്നത് സൂര്യപ്രകാശം പോലെ ഭയങ്കര തീക്ഷ്ണമാണ്, ഭയങ്കര തീവ്രമാണ്, എല്ലാം നമുക്ക് വേറായിട്ട് കാണിച്ചു തരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് പൊള്ളിക്കും. ചൂട് കൂടിയാൽ നമുക്ക് പൊള്ളും.
ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു നിരാവിളിച്ചം പോലെയാണ്. കാരണം എല്ലാം കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ ഒന്നിനെ വേദനിപ്പിക്കുന്നില്ല, എല്ലാം സത്യമായി നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസമാണ് നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളിലുണ്ട്. ഡെഫിനേഷൻ ആയി ബ്രോ. ഈ ഒരു വ്യത്യാസം നമ്മുടെ സ്നേഹബന്ധങ്ങളുണ്ടാവും. ഞങ്ങൾ പിള്ളേർ ക്ലാസ്സിലിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ ഈ റബ്ബർ തോട്ടം കണ്ടിട്ടുണ്ട്, ഈ മരങ്ങളൊക്കെ കൃത്യമായ അകലങ്ങളാണ്. കാരണം അടുപ്പിച്ചിരുന്നെങ്കിൽ കൂടുതൽ മരങ്ങളാണ്, പക്ഷെ അടുപ്പിച്ചിരുന്ന കാര്യമില്ല, കാരണം വളർച്ചയെ ബാധിക്കും. അപ്പൊ കൃത്യമായിട്ട് വളരുന്നെങ്കിൽ കൃത്യമായ അകലങ്ങൾ ഉണ്ടായത്, അത് വസ്തുക്കളിൽ നിന്നാണെങ്കിലും വ്യക്തികളും തന്നെ. ഈ ഖലീൽ ജിബ്രാന്റെ ഒക്കെ കവിതയിൽ പറയുന്ന പോലെ ഒന്നിച്ചായിരിക്കുക, ഒപ്പമാകാതെ, ക്ഷേത്രത്തൂണുകൾ പോലെ ഒരേ മച്ചകം താങ്ങുന്നെങ്കിലും കൃത്യമായ അകലങ്ങളിൽ. എല്ലാ റിലേഷനിലും ഈ അകലം കീപ്പ് ചെയ്യുമ്പോഴേ മനോഹരമാവുള്ളൂ എന്നാണ് തോന്നുന്നു. കുഴപ്പമില്ല, ഞാൻ ചോദിച്ചതിന് വ്യക്തമായ മറുപടി കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ കൃത്യമായ ആൻസർ ഇല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്. എല്ലാ ചോദ്യങ്ങളും ഉത്തരം കിട്ടാറുള്ളതല്ല. ചില ചോദ്യങ്ങൾ ഇങ്ങനെ ഊഹിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുന്ന പ്രശ്നം വെച്ചാൽ ഒരു മൊറാലിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്തും ഒരു റീഡെഫിനിഷൻ വന്നു തോന്നുന്നു. പണ്ടത്തെ ഒരു മൊറാലിറ്റി കുറേ കൂടെ നമ്മുടെയും കൂടെ ഒരു പേരൻസിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നമ്മ ഒരു പറയും സ്ഥലത്തെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഇപ്പൊ അമ്മ പറയും, ആദ്യമായിട്ട് ഞാൻ അപ്പനെ കണ്ടത് കല്യാണ ദിവസം എന്ന് പറയുന്ന അമ്മമാരൊക്കെയുള്ള വീടുകളുണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു 10-30-40 വർഷം മുമ്പുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേക്ക് വരുമ്പോഴേക്കും ലിവിങ് ടുഗദറിലേക്ക് എത്തിയിരിക്കുകയാണ്. കല്യാണം എന്ന കൺസെപ്റ്റ് പോയി ലിവിങ് ടുഗദറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു ഫാമിലി എന്നൊരു കൺസെപ്റ്റ് മാറിയിട്ട് ലിവിങ് ടുഗദറിലേക്കും അല്ലെങ്കിൽ മൊറാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുമ്പോഴേക്കും നാളെകളുടെ സമൂഹത്തെ പറ്റി അല്ലെങ്കിൽ നാളെയുള്ള സമൂഹത്തിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക? സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ പല കുട്ടികൾക്കും കല്യാണം കഴിക്കാൻ ഭയമാണ്, അതിന് ഒരു ഫോബിയ പോലെയുണ്ട്. കാരണം ഈ കൾച്ചറൊക്കെ സത്യം പറഞ്ഞാൽ അത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരെ. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ അതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഒരു വലിയൊരു ആഫ്റ്റർ എഫക്ട് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കല്യാണത്തിന്റെ കേസിലാണെങ്കിലും മൊറാലിറ്റിയുടെ കേസിലാണെങ്കിലും അങ്ങനെ ഒരു അറിയാതൊരു ഒരു സ്ട്രക്ചർ തന്നെ ഇപ്പൊ ഫോം ചെയ്ത് വരുവാണ് സൊസൈറ്റിയിൽ ഇത് ഭാഗമായിട്ട്. അല്ല അപ്പൊ എന്ന് വെച്ചാലേ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ഉണ്ടാകുമ്പോൾ നമ്മളോടിപ്പോ നമുക്ക് എങ്ങനെയാണ് അവരെ ഒന്ന് ഇത് ചെയ്യാൻ പറ്റുക, അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുക, അല്ലെ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇപ്പം സഭയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കല്യാണം നിർബന്ധമായിട്ടും കഴിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കുന്നത്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബെസ്റ്റ് കൾച്ചറുണ്ട്. ഈ ഫണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചോദിക്കുകയാണ് ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ പറയും ഇതെൻ്റെ ബെസ്റ്റിയാണെന്ന് പറയും. ഇതൊക്കെ എല്ലാ പിള്ളേരും പറയും. അപ്പോൾ നമ്മൾ ബെസ്റ്റിയുടെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ പലതരത്തിലുള്ള ബെസ്റ്റുകളുണ്ട്. അപ്പം അതിനോട് ചേർത്ത് വെച്ച് പറയുന്നതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബെസ്റ്റി ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമൊക്കെ വന്നപ്പം ഒരുപാട് ടൈപ്പ് ബെസ്റ്റികൾ, വർക്ക് ടൈം ബെസ്റ്റി, ഗുഡ് ടൈം ബെസ്റ്റി, പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള 1-2 ബെസ്റ്റുകളാണ് ഡെഡ് ബോഡി ബെസ്റ്റി. അതാണ് അങ്ങനത്തെ ഡെഡ് ബോഡി ബെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡി പോലെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരിക്കും. ഈവൻ ഇഫ് ഈ ലോകത്തിനെതിരെ ഒരു ബോംബിടാൻ പോകാൻ ഒരാൾ പറയുകയാണെങ്കിൽ അവൻ്റെ ബെസ്റ്റി ആണ് കൂടെ ഉണ്ടെങ്കിൽ അവർ പറയും എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു മൊറാലിറ്റിയുടെ ബാരിയർ ഇല്ല, പക്ഷെ കംപ്ലീറ്റ് ലോയൽറ്റിയാണ് ആ ഒരു ടൈപ്പ് ബെസ്റ്റിൽ ഉണ്ടാവുക. പിന്നെ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാം അത്യാവശ്യം മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബെസ്റ്റിയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന അതിന്റെ ഒരു ഇതാണ് നോർത്ത് സ്റ്റാർ ബെസ്റ്റി. നോർത്ത് സ്റ്റാർ എന്ന് നമുക്ക് അറിയാലോ. നോർത്ത് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ ട്രാവലേഴ്സിനെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാറാണ്. അപ്പം ഈ നോർത്ത് സ്റ്റാർ ബെസ്റ്റി എന്ന് പറഞ്ഞ ആൾക്ക് മൊറാലിറ്റി ഉണ്ട്. അപ്പൊ ആളുടെ കൺസേൺ ഐ വിൽ ബി വിത്ത് യു ബട്ട് ഐ വിൽ നോട്ട് ലെറ്റ് യു ഹേർട്ട് യുവർ സെൽഫ്. അപ്പം ആ ഒരു മോറൽ വശം കൂടെ കാണിച്ചു കൊടുക്കുന്ന ടൈപ്പ് ബെസ്റ്റിയും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബെസ്റ്റിയും ഉണ്ട്. ഇതിന്റെ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മൊറാലിറ്റി നഷ്ടപ്പെടുന്നു, അത് പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ അവിടെ മൊറാലിറ്റിയുടെ കുറച്ച് ലാക്സിറ്റി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം എങ്ങോട്ടാണെന്ന് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒത്തിരി എലമെന്റ്സ് നമുക്കൊന്ന് നോക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഫാമിലി സ്ട്രക്ചർ. ഒന്നാമത് ഈ ബ്രോക്കൺ ഫാമിലീസ് കണ്ട് ബ്രോക്കൺ ഫാമിലീസ് കണ്ട് ബ്രോക്കൺ റിലേഷൻഷിപ്സ് കണ്ട് ഇവർക്ക് ഇതിനോടൊരു ഇനി നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റത്തില്ല.
എന്തിനാണ് നമ്മൾ ചുമ്മാ കാരണം അതിനൊരു ഓൾട്ടർനേറ്റീവ് സ്ട്രക്ചറായിട്ട് ഇന്ന് സൊസൈറ്റിയിലുണ്ട്. കാരണം എനിക്കൊരു ബെസ്റ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ ബെനിഫിറ്റ്സ് ആണെങ്കിൽ എനിക്ക് റിസ്ക് എടുക്കണ്ട, എനിക്ക് ലിവിങ് ടുഗദർ ആണെങ്കിലും risk വേണ്ട. elements ഇല്ല. അത് റിസ്ക് വേണ്ട, എനിക്ക് ഫ്രീ ആയിട്ട് അവിടെ ലോസിന്റെ ഒരു ബാരിയറും ഇല്ല. ഇങ്ങനെ എപ്പോഴും ബ്രേക്കപ്സ് ഉണ്ടാവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾക്ക് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവാം. അപ്പൊ ഇതൊക്കെ ഒരു കംഫർട്ട് സോണിൽ ഇതൊക്കെ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പൊക്കോളൂ എന്നൊരു ഫീല് കിട്ടുന്നതുകൊണ്ട് ഇതൊക്കെ ഓക്കെ. കംഫർട്ട് സോൺ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. കംഫർട്ട് സോൺ എന്ന് പറയുന്ന വാക്ക് അതിൽ തന്നെ തെറ്റല്ല. പക്ഷെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളെ ഇന്നത്തെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ നമ്മളിങ്ങനെ ആയിരിക്കുന്നു, ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്റെ പേരൻസ് അവരുടെ കംഫർട്ട് സോൺ നോക്കാത്തതുകൊണ്ടാണല്ലോ. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കംഫർട്ട് സോൺ നോക്കായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രയോറിറ്റീസ് എടുക്കായിരുന്നു. ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് ഞാൻ കൂട്ടിച്ചേർക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്, നിങ്ങൾക്കും അറിയാമെന്ന്. കല്യാണം കഴിക്കുന്നവരാണ്, പേരൻസ് അല്ല, ദമ്പതികളുണ്ട്, കല്യാണം കഴിച്ചു പക്ഷെ അവർക്ക് കുട്ടികൾ ആവശ്യമില്ല, അല്ലെങ്കിൽ മക്കൾ വേണ്ട, അല്ലെങ്കിൽ കുട്ടികൾ നോക്കുന്നില്ല എന്ന ഒരു ഇത്. അപ്പൊ ഈ ഫാമിലി എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാരേജ് എന്ന് പറയുന്ന എല്ലാത്തിനും ഇങ്ങനെ റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ഒരു വൈദികനോ സന്യാസിനിയോ ആകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി വിവാഹം കഴിച്ച് ജീവിക്കാൻ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തില്ലെങ്കിലും, നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, സഭയും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഓഫ് കോഴ്സ് നമ്മൾ അറിയുന്ന ഒരു കാര്യം, ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും ലവ് ആയാലും എന്തായാലും അവിടെ സാക്രിഫൈസ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്, അവിടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. അപ്പൊ ഇതിനെ മാറ്റി നിർത്തി നമുക്ക് ബാക്കി പെയിൻലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വളരെ ഫ്രീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടുമെന്ന് അതിനെ പ്രതീക്ഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പം എല്ലാവരും റിലേഷൻഷിപ്പ് നമ്മൾ സെൻട്രൽ പ്ലേസ് ചെയ്യേണ്ടത് ജീസസ് അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമ്മൾ സെൻട്രൽ പ്ലേസ് ചെയ്യണം. എന്നാൽ മാത്രമേ, കാരണം നമ്മൾ വിചാരിക്കുന്ന ഈ ടോട്ടലായിട്ടുള്ള ഫ്രീഡമോ അല്ലെങ്കിൽ ഒത്തിരി എലമെന്റ് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഒരു ഉത്തരവുള്ളത് ആ ദൈവത്തിന് മാത്രമാണ്. അപ്പം നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ദൈവത്തിനൊരു പ്ലേസ് കൊടുക്കുക. എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഈവൻ ജീസസിന്റെ ഈശോയുടെ കാലഘട്ടത്തിൽ യേശുവിനുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായത്. ഈശോ ശിഷ്യന്മാരെ വിളിക്കാൻ ആഗ്രഹിച്ചതും ഈ മുതൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ശിഷ്യന്മാരെന്നല്ല സ്നേഹിതരാണ്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യർക്കും അവരെ സപ്പോർട്ട് ചെയ്യാനും അത് വളരെ നല്ലൊരു എലമെന്റ് ആണ്, ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ അത് എങ്ങനെ അതിനെ കൊണ്ടുപോകുന്നു, അതിനെ നമുക്ക് ദൈവത്തിനൊരു പ്ലേസ് കൊടുത്താൽ മാത്രമേ അതൊരു ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബ്രദർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാണ് ഈ പറഞ്ഞ പോലെ ദൈവത്തോട് ഹുക്ക് ചെയ്തിടണം അല്ലേ. അല്ലെങ്കിൽ പറയുന്ന എല്ലാ കാര്യവും ഇല്ലാണ്ടാവും. സാക്രിഫൈസ് എന്തിനാ ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്? മീനിങ്ലെസ് ആണ്, എനിക്ക് കംഫോർട്ട് തരുന്നില്ല. അടിസ്ഥാനം തന്നെയാണ് എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന ത്യാഗം ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ സ്നേഹത്തിന് അർത്ഥമില്ലാണ്ടാവും. അത് ഈശോ കാണിച്ചു തന്നത് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈശോ ഇപ്പം ദൈവത്തിന് ഞാൻ മനുഷ്യരെ മക്കളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ സ്വർഗത്തിൽ ഇരുന്ന കാര്യമില്ലായിരുന്നു. എന്തിനാണ് ഇവിടെ വന്ന് കുരിശുമരണം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ കുരിശിൽ തൂങ്ങി മരിക്കുന്നത്? ഇതെല്ലാം കാണിച്ചു തരികയാണ്, ഇതാണ് സ്നേഹം. ഇറ്റ് ഓൾവേസ് കംസ് വിത്ത് സാക്രിഫൈസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈശോ പറയുന്നുണ്ട് സ്വന്തം കുരിശിൽ തന്നെ അനുഗമിക്കണം. ഈ കാലഘട്ടത്തിലുള്ളവര് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ട് കുരിശ് ഇല്ലെങ്കിൽ ഒന്നെടുക്കണ്ട എന്നൊരു സംഭവമാണ്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആഗ്രഹം ചെയ്യുന്നത്? അതൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അതെല്ലായിടത്തും ഇപ്പൊ ജനറൽ ട്രെൻഡാണ്. അവരൊന്ന് പ്ലസ് ടു പഠിക്കുന്നത് മീൻസ് ഓൾറെഡി ലോജിക് ഗ്രൂപ്പിൽ ചേരുന്ന പകുതി തീരുമാനമായി. പക്ഷെ ഇപ്പോഴും അത് കാര്യമായിട്ടൊന്നുമില്ല. നമുക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, അവൻ സഭയായിട്ട് ലിവിംഗ് ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കും, വേറെ ജോലിയൊന്നുമില്ല. അവൻ ബാക്കി സമയം ഫോണിൽ യൂസ് ചെയ്യും, റീചാർജ് കിട്ടും. ഇലക്ട്രിക് വെഹിക്കിളാണ്, അവനത് ചാർജ് ഇടുന്നു, ബാക്കിന് പോകുന്നു, ചാർജ് ചെയ്യാൻ വരുമ്പോൾ നിർത്തുന്നു, രാത്രി ഇവിടെ പോകുന്നു. അവന് പഠിച്ചു പോകാനുള്ള അത്യാവശ്യ കാര്യത്തിൽ കുറച്ച് സേവിങ്സ് ഉണ്ട്. അവൻ ഇനി എന്താ വേണ്ടെന്നാണ് ചോദിക്കുന്നു. ഓക്കെ, മീൻസ് ഈ ജെൻസിയുടെ ഒരു വലിയ പ്രത്യേകതയാണ് കൽപ്പന എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. മീൻസ് എന്തിനു കൽപ്പന എടുക്കണം? കൽപ്പന എടുക്കുമ്പോൾ നമ്മൾ അതിനെ സാക്രിഫൈസ് ചെയ്യണം. ബെറ്റർ ടു ബി ഫ്രീ എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അതിൽ തന്നെ ഒരു മൊറാലിറ്റിയുടെ ഭാഗം ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് ഈ നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ വരുന്നത്. അതിനകത്ത് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ, ഓൾ ഓഫ് ഫ്രീ, നീ നിന്നെ വേണ്ട,
എനിക്ക് വേറെ ആളുണ്ട് എന്നുള്ളൊരു സംഭവം. പിന്നെ നമ്മൾ ഈ ജസ്റ്റ് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞൊരു ഫോബിയ, കാരണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവർക്കൊരു വിവാഹം വേണ്ട, അവർക്ക് പേടിയാണ്. പേടിയുടെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന എല്ലാം ഒരു നെഗറ്റീവ് വേ ആണ് നമ്മൾ. ഏതൊരു ചാൻസ് ചർച്ച എടുത്താലും ഏത് പത്രം എടുത്താലും വീട്ടിലെ സക്കങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഈ നെഗറ്റീവ് വ്യൂ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് അതിനോടൊരു വിരക്തിയാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഈ പറഞ്ഞ നമ്മൾ ഇപ്പം മാഷിപ്പോൾ ഒരു വിവാഹ ആലോചനയായിട്ട് ചെല്ലുവാണെങ്കിൽ, ഒരു അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഫുൾ ടെൻഷനാണ്. ആ വ്യക്തി എങ്ങനെ ഒരു വ്യക്തിയായിരിക്കണം, ഈ റിലേഷൻഷിപ്പെല്ലാം ഉണ്ടായിരുന്നു. കാരണം പണ്ട് എത്ര ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം കൂടിക്കൂടി വരുക. അപ്പം അവർക്ക് ഒരു വിശ്വസ്തയായിട്ടൊരു പാർട്ണറെ എടുക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക, കുറച്ച് നല്ല രീതിയിൽ ജീവിക്കുക, ഓട്ടോമാറ്റിക് ദൈവം കൊണ്ടുവന്ന് തരും. തീർച്ചയായിട്ടും. ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത് പൊതുവെ ഗേൾസ് ആണ്. ഞാൻ എന്നെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഗേൾസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്, അതായത് അത് അങ്ങനെ പറയുന്നത് ശരിയാവില്ല. അപ്പൊ അവർ ആദ്യം പറയുന്നത് ഏകസ്ഥ ഒരു ദൈവവിളിയല്ലേ എന്നുള്ള ഒരു സംഭവമാണ്. പക്ഷേ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് നെഗറ്റീവായിട്ടുള്ള എന്തോ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒന്ന് പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ഇത് വേണമെന്ന് പറയുന്നത് സംഭവം. പക്ഷെ സത്യത്തിൽ എനിക്ക് വേറൊരു ദൈവവിളി, എനിക്ക് ജീവിത രീതി പേടിച്ചിട്ട് ഞാനൊരു ദൈവവിളിയായിട്ട് ഇതിനെ സ്വീകരിക്കുന്നത് ശരിയല്ല. നമ്മളെ എത്തിപ്പെടുത്തില്ല. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മള് ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. നമ്മള് ഈ ബാൻഡിലാണ് തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മള് സ്നേഹത്തിലേക്കും വിവാഹ ജീവിതത്തെ പറ്റിയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ബെനിഫിറ്റ്സിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. അറ്റ് ദ എൻഡ് ഓഫ് ഡേ നമ്മൾ ഇപ്പൊ പറഞ്ഞ വാക്കുകൾക്കിടയിൽ പറഞ്ഞത് സ്നേഹത്തെ പറ്റിയാണ്, സ്നേഹത്തിന്റെ പല ഡെഫിനേഷനെ പറ്റിയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാവുന്നു. ഇങ്ങനെയൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയാണോ ദൈവത്തെ കൊടുക്കാൻ സാധിക്കുന്നത് അവിടെ സ്നേഹമുണ്ട്. ദൈവത്തെ കൊടുക്കാൻ സാധിക്കുന്നിടത്തെല്ലാം ഒരു സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും ഇവർ ഈ ബാൻഡിലൂടെ ഇവരുടെ ഈ ഒരു തമ്പുരാൻ തന്ന പാടുപാടാനുള്ള അല്ലെങ്കിൽ അവർക്ക് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനൊക്കെയുള്ള കഴിവിലോടൊക്കെ ഇവർ കൊടുക്കുന്നത് തമ്പുരാന്റെ സ്നേഹമാണ്. തീർച്ചയായിട്ടും ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നേരുകയാണ്. ഭാവിയിൽ ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന, ഒരുപാട് പേർക്ക് ഈശോയെ കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് ഫ്രാൻസിസ്കൻ ചൈതന്യം പങ്കുവെച്ച് നൽകുന്ന വിശുദ്ധരായ വൈദികരാകാൻ സാധിക്കട്ടെ. നല്ല നാളുകളും നല്ല ദിനങ്ങളും നല്ല ജീവിതവും ആശംസിക്കുന്നു. താങ്ക് യു.